KSU കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം എൻജോയ് ചെയ്ത് 2 വർഷം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാവരും എൻ്റെ ഒരു മകളെ പോലെയാണ് കണക്കാക്കിയത്. സ്ത്രീകളെ തളർത്താനുള്ള ഏക വഴി അവരെ പറ്റി എന്തെങ്കിലും പറയും. ഈ പ്രായത്തിൽ 19ാമത്തെ വയസ്സിൽ ഒന്നും കേൾക്കാത്ത ഞാൻ ഈ വയസ്സ് കേൾക്കുന്ന എന്തിനാ? ഇങ്ങനെ അനാവശ്യമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല. നല്ല വിദ്യാഭ്യാസ സമ്പന്നനായ നല്ല കുടുംബത്തിൽ പഠിച്ച ഒരു സുന്ദരൻ എനിക്ക് ഭർത്താവായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളുമായിട്ട് വിളിച്ച് സൊള്ളേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് തന്നെ എപ്പോഴും നിൽക്കും. കാരണം ഒരു അനാവശ്യം ചെയ്യില്ല. അനാവശ്യങ്ങൾക്കും അനാശാസ്യത്തിനും നിയമങ്ങൾക്കെതിരെ നടക്കുന്ന പരിപാടികൾക്ക് ശക്തമായ നിലപാടെടുക്കും, എടുത്തിരിക്കും. സെൻറ്റ് ജോസഫ് കയറി വന്ന് അവിടെ നെസിയസ്മേൻ്റെ മകളെ പിടിച്ച് KSU ചേർക്കണമെങ്കിൽ ആ ഒരു അപ്രോച്ചബിലിറ്റി, ജെനുവിൻ, ആൾക്കാരെ ആകർഷിക്കുക, ഒരു കാന്തം പോലെ രത്നം എന്നൊക്കെ പറയുന്ന ഒരു ഫൈൻ മാൻ. അതായത് നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പ് പത്രപ്രവർത്തകയായിരുന്നു. അല്ല, അതിന് മുമ്പ് ആദ്യം KSUവിന്റെ നേതാവായിരുന്നു. KSUവിന്റെ നേതാവായിരുന്നു എന്ന് പറയുന്നത്. എങ്ങനെ കോൺഗ്രസിൽ എത്തിപ്പെട്ടു? അല്ല, ഞാൻ പറഞ്ഞില്ലേ, PT തോമസ്. നമുക്ക് യാതൊന്നുമില്ല. PT തോമസിനെ എങ്ങനെയാ കാണുന്നത്? PT തോമസ് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ KSU ഞാൻ പക്ഷെ അപ്പോഴൊക്കെ വായിക്കുമായിരുന്നു കേട്ടോ. KSUയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സെൻറ്റ് ജോസഫ് കോളേജ് എന്നുള്ള കൗൺസിലറാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാനലിൽ മത്സരിക്കാൻ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കിതൊന്നും പറഞ്ഞില്ല, എന്തോ ഈ നമ്മളെ വിചാരിക്കാത്ത ഇതിൽ കൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, കെമിസ്ട്രിയിൽ PhD എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ എങ്ങനെ 24 വയസ്സുള്ള ഇന്ത്യയിലെ മികച്ച വനിതാ ജേർണലിസ്റ്റ് ആകുമ്പോൾ LTT മിലിറ്റൻസിനെ അവരുടെ ഹൈഡ് ഔട്ടിൽ പോയി കണ്ടുപിടിച്ചതിനാണ് കിട്ടിയത്. നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആർക്കും അറിയാത്തൊരു കാര്യമാണ്. PT വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, അച്ഛനോട് സംസാരിച്ചു. അതിൽ കഴിഞ്ഞ രസമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം ഞാൻ വൈസ് ചെയർമാൻ തന്നെ, ശരത്ചന്ദ്ര പ്രസാദ് ആയിരുന്നു ചെയർമാൻ തിരുവനന്തപുരത്തെ. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ കോളേജിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ തുടർന്ന് അദ്ദേഹം മാനസികമായി അതിൻ്റെ ഇത് ഏറ്റെടുത്ത് രാജിവെച്ചപ്പോൾ നമ്മുടെ സിൻഡിക്കേറ്റ് ഇത് തീരുമാനിച്ചു എന്നെ ചെയർമാനാക്കാനായിട്ട്. അവർ പിന്നെ ഇതിലേക്ക് പോയില്ല, എന്നെ ചെയർമാനാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ ചെയർമാനായി. യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അരവിന്ദൻ, നമ്മുടെ സിനിമാ സംവിധായകൻ, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഗതം അധ്യക്ഷ പ്രസംഗം ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ബുദ്ധിയില്ല, ഓർമ്മശക്തിയാണല്ലോ. ഇപ്പൊ കുറച്ച് ബുദ്ധിയുണ്ട്, ഓർമ്മ കുറച്ച് കുറവുണ്ടോ സംശയമുണ്ട്. എന്തായാലും ഞാനൊരു നല്ല പ്രസംഗമൊക്കെ എഴുതി തയ്യാറാക്കി എൻ്റെ അച്ഛൻ്റെ സഹായത്തോടെ. അച്ഛനും അമ്മയും മുമ്പിൽ വന്നിരിക്കുന്നു. കാരണം മകള് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയ്തായിട്ട് ആദ്യത്തെ യുവജനോത്സവം സെനറ്റ് ഹാളിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ വൈസ് ചാൻസലറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് തുടങ്ങിയില്ലേ, ഈ SFIക്കാരങ്ങോട്ട് ഇരച്ച് കയറി വന്ന് ഭയങ്കര ബഹളവും അതും ഇതും മുദ്രാവാക്യം വിളിക്കലും. ആരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ പോലും പേടിച്ചു പോകും. ഞാൻ എൻ്റെ ഒരു ദൃഷ്ടി ഡാൻസ് കല്യാണക്കുട്ടിയമ്മ ടീച്ചർ ഉറപ്പിച്ച് നിർത്തിയിട്ട് 10 മിനിറ്റ് എഴുതി തയ്യാറാക്കി. എനിക്ക് അറിയാമായിരുന്നൊരിത്, അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷേ പോയിന്റൊക്കെ പറയണമല്ലോ. ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ പെൺകുട്ടികളെ മോശക്കാരാക്കരുതല്ലോ, എൻ്റെ ഇതുണ്ടല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് ചാമ്പി 10 മിനിറ്റ് ഒരനക്കവും ഇല്ലാണ്ട് നിന്നിട്ട് ഇവന്മാര് കൂകി തോറ്റു. പുറകിൽ നിന്നവൻ മുമ്പോട്ട് കയറി കൂകി, സൈഡിൽ നിന്നവൻ ഇങ്ങോട്ട് കയറി കൂകി. കാരണം കൂകിയൊക്കെ മതിയെ, 10 മിനിറ്റ് കൂകാൻ പറ്റൂലല്ലോ. അത് കഴിഞ്ഞ് VC ഒരു ചാൻസ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ്, ഇതാണോ സംസ്കാരം? ഒരു പെൺകുട്ടി ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടാവില്ലായിരിക്കും. കാരണം എല്ലാം സ്ത്രീകളും നിങ്ങളുടെ ആദ്യമായിട്ട് വരണം എന്നാണല്ലോ ആഗ്രഹം. നിങ്ങൾക്ക് സഹിക്കുന്നില്ല. പക്ഷെ ഒരു കടുകിട അവര് വ്യതിചലിച്ചോ, അവർ പേടിച്ചോ, പരിഭ്രമിച്ചോ, അവരവരുടെ പ്രസംഗം നിർത്തിയോ, അവർക്ക് പറയാനുള്ളത് മുഴുവൻ 10 മിനിറ്റ് കൊടുത്ത സമയം മുഴുവനും ഒരു സെക്കൻഡ് പോലും എക്സ്ട്രാ എടുക്കാണ്ട്, ഒരു സെക്കൻഡ് പോലും കുറയ്ക്കാണ്ട് അവർ പറഞ്ഞു നിർത്തി. ഇതാണ് സംസ്കാരം. നിങ്ങൾ എന്തെന്നാണ് ഇവിടെ കാണിക്കുക? എൻ്റെ ഇപ്പോഴും ആ ചെവികളിൽ അത് മുഴങ്ങുന്നുണ്ട്. എന്ത് സംസ്കാരം! അത് തന്നെയല്ല DYFIക്കാർ കാണിച്ചത്. ചെയർമാനായത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? കൂടുതൽ വോട്ട് കിട്ടി, ഞാൻ ജയിച്ചു. അതിന് ഇത്ര അസഹിഷ്ണുത എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? അവർക്ക് നേരെ ആരും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. 19 വയസ്സിലെ അനുഭവം ഈ വയസ്സിൽ 19 വയസ്സിലെ അനുഭവം ഇപ്പോഴും തുടരുകയാണ്. തുടരുമെങ്കിൽ എനിക്ക് അനീതി സഹിക്കാൻ പറ്റില്ല.
അതല്ലേ പ്രതികരിക്കാൻ മറന്ന നമ്മൾ എന്നൊരു കോളം തന്നെ എനിക്ക് ഗൃഹലക്ഷ്മി തന്നിരുന്നു എല്ലാ മാസവും. അപ്പൊ തിരിച്ചു വരും അതിൽ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് PT ആണ്. PT എങ്ങനെ കാണും? PT ഇപ്പൊ കണ്ടിരുന്നെങ്കിൽ അവനെ അടിച്ച് തമ്പോറാക്കിയാണ്. എന്നെക്കാളും വളരെ മൂത്തതാട്ടോ. അല്ല, അത് കഴിഞ്ഞ രസമുണ്ടായി. 2 പ്രാവശ്യം രാജീവ് ഗാന്ധി മുഗൾ വാസനിക്കിനെ ഞാൻ അതോടെ മനസ്സിലായി എനിക്കിത് പറ്റുന്നല്ല. അപ്പോഴേക്കും എനിക്ക് മാതൃഭൂമിയിൽ ജോലി കിട്ടി. അതിന്റെ അംഗീകാരം, ആളുകളൊക്കെ പത്മജയസ്മനെ തെരഞ്ഞു വരുന്നു. ഇത് ശരിക്കും എന്താണ് സിമ്പിൾ ലാംഗ്വേജ്, ഒരു ഡിഫറെന്റ് ആയിരുന്നു എൻ്റെ ശൈലി. ഇപ്പൊ സംസാരിക്കണ പോലെ തന്നെ എഴുതും, അത്ര തന്നെ ഉള്ളൂ. 2 പ്രാവശ്യം മുഗൾ വാസനിക്കിനെ വീട്ടിലേക്ക് അയച്ചു. നാഷണൽ ലെവലിലേക്ക് വരണം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ്, പണ്ട് ഈ കസിൻസ് തമ്മിൽ കല്യാണം കഴിക്കില്ല, അച്ഛൻ്റെ ഫസ്റ്റ് കസിനുമാണ്, അച്ഛൻ്റെ സഹോദരി ഭർത്താവുമാണ്. പറവൂർ TK നാരായണപിള്ള എന്നറിയും. കോൺഗ്രസിൻ്റെ തിരുക്കൊച്ചിയാണെന്ന് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അച്ഛനെ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുമ്പോൾ അതൊരു വലിയതായിരുന്നു. അളിയനെ എന്താണ് അറസ്റ്റ് ചെയ്യിപ്പിച്ച മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എന്താണ് ആ ഒരു പാരമ്പര്യം വെച്ചിട്ടായിരിക്കും. പക്ഷെ അച്ഛൻ എമർജൻസി കഴിഞ്ഞ് നടന്ന ഇതിൽ എല്ലാവരും കൂടെ ചേർന്ന്, അന്ന് RSSന്റെ ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന്, മാണി കോൺഗ്രസ് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള LDF മുന്നണിയുടെ കാൻഡിഡേറ്റ് മുകുന്ദവരെ ഇപ്പൊ ചാലക്കുടി മത്സരിച്ച് വെറും 3600 വോട്ടിനാണ് അന്നത്തെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി. അപ്പോഴാണ് ആ BMS മോഹൻദാസ് ചേട്ടനൊക്കെ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു BJPയുടെ. ഒരു 3600 വോട്ട്. 2 ദിവസം കഴിഞ്ഞാണ് ഇലക്ഷൻ റിസൾട്ട് വന്നേ. പണ്ടത്തെ പോലെ കൗണ്ട് ചെയ്ത് വരണ്ടേ. എന്താണ് PC ജോർജ് എന്ന് പറഞ്ഞിട്ട് AC ജോർജ് എന്ന് പറഞ്ഞ സെൻട്രൽ മിനിസ്റ്ററിനെതിരെയാണ് അച്ഛൻ മത്സരിച്ചത്. ഏറ്റവും കുറവ് വോട്ട് കോൺഗ്രസിന്റെ സെന്ററാണ്. അതെ. എന്താണ് അതിൽ ഏറ്റവും കുറവ് വോട്ട് അച്ഛന് കിട്ടിയത്, എനിക്കിപ്പോൾ ഞാൻ കുഞ്ഞാണെന്ന്, എന്താണ് കൊടുങ്ങല്ലൂര് CPMന്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിൽ നിന്നാണ് അച്ഛന് വോട്ട് കുറഞ്ഞത്. CPMന്റെ സപ്പോർട്ട് ഉണ്ടായതും CPIയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അതെ, എക്സാക്ട്ലി. കുറഞ്ഞത് അതെ, അവിടെയാണ് അച്ഛന് കുറഞ്ഞത്. അപ്പൊ തിരിച്ചു വരികയാണെങ്കിൽ മുഗൾ വാസനി, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പരിപാടിയല്ല. കാരണം എന്റെ മനസ്സ് അതിലല്ല. കാരണം ഞാനിങ്ങനെ വളരെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ് ആസ് എ ജേർണലിസ്റ്റ്. സോ ഇറ്റ്സ് നോട്ട്, എനിക്ക് എഴുതാനും പറ്റുന്നുണ്ട്, ആൾക്കാർ ഇതും വേണം, നമ്മൾ എങ്ങനെയാണെങ്കിലും അനീതി പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൽ താല്പര്യം, ഐ എം വെൽ സെറ്റിൽഡ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ്. എത്ര വയസ്സിലാണ് കല്യാണം? പിന്നെയും വയസ്സ്, ഈ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് 25 വയസ്സെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ചേട്ടൻ വിളിക്കാമല്ലോ. ഇത് 26 വയസ്സ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചേട്ടനെ വിളിക്കാം. അപ്പം അപ്പോഴാണ് നമ്മുടെ ഈ സെറ്റപ്പില് ഇലക്ഷൻ വരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എറണാകുളത്ത് MG റോഡിൽ തൈപ്പ ഡിവിഷൻ 61 രൂപ എന്ന് പറയുന്നത്. എനിക്ക് ബോർഡും സീറ്റ് ഓഫർ ചെയ്തു. ഞാൻ പറഞ്ഞു, അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാരി എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല ജീവിതം, അദ്ദേഹം സൂപ്പറായി പാടും, ഞാൻ നന്നായി ഡാൻസ് കളിക്കും, ഷട്ടിൽ കളിക്കും, ഞങ്ങൾ ഒരുമിച്ച് കുറേ ടൈറ്റിൽസ് വിൻ ചെയ്തിട്ട് നമ്മുടെ റോട്ടറി ആയതിൻ്റെ നല്ല സുഖകരമായ ജീവിതം കേട്ടോ. എന്തിനാണ് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ താല്പര്യമില്ലാന്ന്. വയലാർ രവി ചേട്ടനാണെങ്കിൽ അപ്പോൾ പത്മജ വേണുഗോപാൽ ഞങ്ങളുടെ അടുത്ത് പനമ്പള്ളി നഗറിൽ താമസിച്ചിരുന്നത്. എപ്പോഴും പറയും ഞങ്ങളുടെ മേയർ കാൻഡിഡേറ്റ് പത്മജയാണെന്ന് പറയും എല്ലാ ഇലക്ഷന് മുമ്പും. ഉടനെ എല്ലാവരും കൂടെ ഓടി പത്മ ചേച്ചിയെ വിട്ടിച്ചെല്ലും. അപ്പോൾ പത്മ ചേച്ചി അയ്യോ ഞാനല്ല, ഇത് അവിടെ വേറൊരു പത്മജ S മേനോൻ പഴയ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ താമസിക്കുന്നുണ്ട്, അവരെ കുറിച്ചാണ് വയലാർ രവി ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഏത് വലിയ VVIP വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാലിൽ മേഴ്സി ചേച്ചിക്കൊപ്പം ഒരു മകളെ പോലെ എന്നെയും വയ്ക്കും. അപ്പം അങ്ങനെ നമ്മുടെ രാഷ്ട്രപതി വന്നാലും ആര് വന്നാലും അദ്ദേഹത്തിൻ്റെ കാറിൽ എനിക്ക് ഇപ്പോഴും നല്ലൊരു അമ്മ ഈ ഇടയ്ക്കും കൂടെ പറഞ്ഞു, നമുക്കൊന്ന് വയലാർ രവിച്ചേട്ടനെ പോയി കാണാം, അദ്ദേഹത്തിന് ഇത്തിരി ഓർമ്മ പിശകൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അല്ല ഞാൻ പറയാം, അങ്ങനെ ഒരു നല്ല KSU കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം എൻജോയ് ചെയ്ത് 2 വർഷം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാരും എന്നെ ഒരു മകളെ പോലെയാണ് കണക്കാക്കി. നമ്മള് നേരത്തെ പറഞ്ഞു ഈ ഇങ്ങനെ സൊസൈറ്റി ഇങ്ങനെയായി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. പക്ഷെ KSU പ്രവർത്തനത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഒരുമിച്ച് എനിക്ക് ഒരു ഇതും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ തൊട്ട പൊട്ടുന്ന പ്രായമാണ്. എനിക്ക് 19 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ പ്രായം ചോദിക്കരുത് കേട്ടോ.
ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 19 വയസ്സിൽ. അതിന് അപ്പൊ ഞാൻ എന്നായിരുന്നു ചെയർമാൻ എന്ന് ആലോചിച്ചാൽ പ്രായം കണ്ടടിക്കാം. അയ്യോ കുടിക്ക് എന്നെ കുടിക്ക്. അപ്പൊ ഒരു വിധത്തിലുള്ള നോട്ടം കൊണ്ടോ തൊടല് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും എനിക്കൊരു അസ്വസ്ഥത തോന്നിയിട്ടില്ല. പൊളിറ്റിക്സ് ഒരു GS ആദ്യം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എന്താണ് SFIയുടെ യൂണിയനിലാണ് ഞാൻ ആദ്യം വൈസ് ചെയർമാനായിട്ട്. ഒരു GS ബാബു ഉണ്ട് ജോയിന്റ് സെക്രട്ടറി. ഞങ്ങൾ രണ്ടിനും കൂടെ ദിവസവും പത്രസമ്മേളനം കേട്ടോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അല്ലല്ല ഞാനല്ല, SFI ആണ് ആദ്യം ഭരിച്ചത്, ഞാൻ വൈസ് ചെയർമാൻ. അപ്പൊ നമ്മളിങ്ങനെ പാനൽ പോകുമ്പോൾ കൂടുതൽ വോട്ടിന്റെ ഇതില് ഞാൻ വൈസ് ചെയർമാനായി, GS ബാബു ജോയിന്റ് സെക്രട്ടറി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ SFIയുടെ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള സംഘടനകളുടെ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പത്രസമ്മേളനം നടത്താനേ സമയമുള്ളൂ കേട്ടോ. ഞാൻ പറയാം ഒരു ഇതും തോന്നിട്ടില്ല, ഒരു ആൺകുട്ടിയെ പോലെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പോലെ ഒരു സഹപ്രവർത്തകര്, അത്രേ ഉള്ളൂ. സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പിരിറ്റ് അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലെ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും നമുക്കൊരു അയ്യോ ഞാനൊരു സ്ത്രീയല്ലേ ഇവൻ എന്നെ ഇങ്ങനെ നോക്കുന്നല്ലോ അങ്ങനെ. എന്നിട്ടും പത്മജ എസ് മേനോനെ കുറിച്ച് വ്യാപകമായ രൂപത്തിൽ പല പ്രചരണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ആര്? ഈ എതിർ പാർട്ടികൾ, കമ്മികൾ ഇങ്ങനെ ഭയങ്കരമായി പ്രചരിപ്പിക്കുന്നത് എന്താണ്? അതെ, ഇന്നലെ എന്നോട് ഒരാള് പറഞ്ഞു, ആളാന്ന് പറഞ്ഞ ആവശ്യമില്ല, TG മോഹൻദാസ് എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞു സ്ത്രീകളെ തളർത്താനുള്ള ഏക വഴി അവരെ പറ്റി എന്തെങ്കിലും പറയും. ഈ പ്രായത്തിൽ 19ാമത്തെ വയസ്സിൽ ഒന്നും കേൾക്കാത്ത ഞാൻ ഈ വയസ്സ് കേൾക്കുന്ന എന്തിനാ? ഒരു കാര്യം പറയാം, ഞാൻ ഈ പൊളിറ്റിക്സിലൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പനമ്പള്ളി നഗറിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ എല്ലാത്തിനും ചാടി വീഴുമല്ലോ. അപ്പം മുഴുവൻ വയസ്സായ ആൾക്കാർ താമസിക്കുന്നത്, അവരെൻ്റെ തലയിൽ വെച്ച് വന്നു. അപ്പോൾ അവിടുത്തെ കൗൺസിലർ ലേഡി ആയിരുന്നു. അതിൻ്റെ കാര്യം സംസാരിക്കാൻ മേയറുടെ അടുത്ത് കുറേ കൊല്ലം മുമ്പാട്ടോ, ഞാൻ വന്നിട്ട് തന്നെ 9 കൊല്ലമായി BJPയിൽ പോയിട്ട്. അതിനൊക്കെ മുമ്പാണ് വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റ് അവിടെ കൂടെ വരും, 36 കോടി രൂപ. ഒരു 36 ലക്ഷത്തിന് തീരാവുന്നതേ ഉള്ളൂ. അത് മുഴുവൻ അശാസ്ത്രീയമാണ്, വെള്ളം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു തൊഴിലും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്, ചുമ്മാ. അപ്പം അവർ പറഞ്ഞു, ദേ നിങ്ങളല്ലേ എൻ്റെ ഭർത്താവിനെ, ഒരു പാല് വിൽപ്പനയൊക്കെയാണ് അവരുടെ ജോലി, എൻ്റെ ഭർത്താവിനെ വിളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് നോൺസെൻസ് ഇങ്ങനെ ചോദിച്ചു, വാട്ട് നോൺസെൻസ്, നിങ്ങളുടെ ഭർത്താവ് ആരാ? വേറോട് പറഞ്ഞു, പാൽ വയ്ക്കാൻ പറഞ്ഞു. എൻ്റെ ചെക്ക് ചെയ്യണം, ഇദ്ദേഹത്തിനെ വരുത്തണം, അത് ചെക്ക് ചെയ്യണം. ഞാൻ ഇദ്ദേഹത്തിന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനാവശ്യമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല. നല്ല വിദ്യാഭ്യാസ സമ്പന്നനായ നല്ല കുടുംബത്തിൽ പിറച്ച ഒരു സുന്ദരൻ എനിക്ക് ഭർത്താവായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളുമായിട്ട് വിളിച്ച് സൊള്ളേണ്ട ആവശ്യം എനിക്കില്ല. എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഈ പറയുന്ന ആളുടെ നമ്പർ അതിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഭയങ്കര ബഹളം, വാലടയ്ക്കാൻ പറഞ്ഞു. ഈ സ്ത്രീ പുറത്തു പോകരുത്, ഇത് തീരുമാനമായിട്ട് പോയാൽ മതി. അങ്ങനെ ഫൈറ്റ് ചെയ്ത് തന്നെ എപ്പോഴും നിൽക്കും. കാരണം ഒരു അനാവശ്യം ചെയ്യില്ല. അനാവശ്യങ്ങൾക്കും അനാശാസ്യത്തിനും നിയമങ്ങൾക്കെതിരെ നടക്കുന്ന പരിപാടികൾ ശക്തമായ നിലപാടെടുക്കും, എടുത്തിരിക്കും. എനിക്കതൊന്നും പേടിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് താലിബാനിസോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നല്ലേ പറയണേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആ വീഡിയോ കാണുന്നില്ലേ ഇങ്ങനെ നടന്നത്. ഞാൻ എന്താ അതിൽ പറയുന്നേ? നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? അവർ പറയുന്നത് ഈ ചെറിയ സമയത്തിന് വേണ്ടി ലൈസൻസ് നിൽക്കേണ്ട ആവശ്യമില്ല. അതെന്ത് നിയമം? ചെറിയ സമയത്തിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാമെന്നോ? അതായത് എതിരാളികളെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട്, സ്ത്രീകളെ പ്രത്യേകിച്ചും തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് CPM പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് അതെന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ അത് ശരിയാണ്. അപ്പൊ ഈ എന്താണ് എന്റെ കൗൺസിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര അപ്സെറ്റ്. ഞാൻ ഇതൊക്കെ വിട്ടു. ആർക്ക് വേണ്ടിയിട്ടാ? ഇത് എന്റെ വീടൊന്നുമില്ല. അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ഹൗസിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ എന്തിനാ ഇതൊക്കെ അങ്ങനെ വയസ്സായ അങ്കിളിന് ആണ്ടിക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ കേസ് നടത്തണ്ട. ഹസ്ബൻഡ് പറഞ്ഞു, വാട്ട് റോങ് വിത്ത് യു പത്മജ, കം ലെറ്റ്സ് ഗോ ടു താജ് ആൻഡ് ഹാവ് എ ഡിന്നർ. He is not bothered about anything. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് താല്പര്യമില്ല. അന്ന് ഞാൻ ഞങ്ങളുടെ കോളനിയിലെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി. പുള്ളിക്ക് ഒട്ടും താല്പര്യം. ഈ സെയിങ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. നമുക്കൊരു ലൈഫ് ഉണ്ട്. വി ആർ ഇൻ ദ നമ്മളുടെ വയസ്സുകാലത്തേക്കുള്ളതിൻ്റെ യൂത്ത്ഫുൾ ഓൾഡ് ഏജിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു അദ്ദേഹം, CA ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ജൂനിയർ ആയിരുന്നു. ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും. പക്ഷെ ഇതിനില്ല. രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എൻ്റെ ഫാമിലിക്ക് ആർക്കും താല്പര്യമില്ല.
എന്നിട്ടും നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റോടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ അമ്മ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, മോളെ അച്ഛൻ എസ് മേനോൻ ഒരു ചീത്ത പേര് പോലും ഒന്നിലും കേൾപ്പിച്ചില്ല. കാശ് എല്ലാ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ എതിരാളികളും പറയുന്ന ഒരു പേരാണ്. കാശ് മേടിക്കോ ഒന്നും കേൾപ്പിച്ചിട്ടില്ല. അതുപോലെ നീ നിൽക്കണം. ഇപ്പൊ അമ്മ എന്നോട് പറയുന്നത്, ഐ തോട്ട് ഐ വിൽ ഹാവ് എ ഡിഗ്നിഫൈഡ് എക്സിറ്റ്. ഷീസ് 90+ നൗ. അപ്പോഴും എന്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാട്ടോ. അപ്പൊ 90ാമത്തെ വയസ്സ്. ഈ നന്ദകുമാർ ജി, ഞാൻ അമ്മ അപ്പോ മേരാ വലിയ ഭയ്യാന്ന് വിളിക്കണം. കാരണം എനിക്ക് 25 വയസ്സെന്ന് പറഞ്ഞപ്പോ 26 വയസ്സുണ്ട്, ബടാ ഭയ്യ. അപ്പം എന്തായാലും അങ്ങനെ ഫാമിലിക്ക് താല്പര്യം ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ എനിക്ക് എന്തോ അറിയില്ല, കാരണം രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ജനങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് ഓരോ തവണയും ടിക്കറ്റ് ഓഫർ ചെയ്യുമ്പോൾ അച്ഛൻ പറയും, മോളെ ബി ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്. മോൾക്ക് അത് ആദ്യമേ അച്ഛൻ എനിക്ക് കൈക്കൂലി പറ്റൂല, കള്ളക്കടത്ത് പറ്റൂല, കള്ളപ്പണം പറ്റൂല, ഒന്നും പറ്റില്ല. എക്സാക്ട്ലി, യു ആർ മൈ ഡോട്ടർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പറയാം, അച്ഛൻ എനിക്ക് ഇത്രയും വലിയ ശബ്ദം ആയതുകൊണ്ടാണോ, മൈക്ക് വേണ്ടാത്തത് കൊണ്ടാണോ? അപ്പൊ അച്ഛൻ ഇങ്ങനെ ചില സിനിമയിലേക്ക് കാണുമല്ലോ, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ കൈ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു 2 മാസം കിടന്നിട്ടാണ് അച്ഛൻ മരിച്ചത്. അപ്പോഴാണ് ഒരു ലോക്കൽ ബോഡി, അച്ഛൻ 92-ല്. അപ്പൊ അച്ഛൻ അധികം നാളൊന്നും കിടന്നില്ല കേട്ടോ. അപ്പോഴാണ് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നത്, 2015 ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് BJP, നമ്മുടെ VHPയുടെ അഖിലേന്ത്യാ സ്റ്റേറ്റ് പ്രസിഡന്റും പിന്നെ ഇപ്പൊ അയ്യപ്പ സേവാ സംഘത്തിന്റെ അല്ല, അപ്പോഴ് ഇവര് കൊണ്ടുവന്നെനിക്ക് ടിക്കറ്റ് ഓഫർ ചെയ്യാണ് 2015 ഇലക്ഷന്റെ സമയത്ത്. 14-ലാണ് അച്ഛൻ കോർപ്പറേഷൻ ഇലക്ഷൻ. ഞാൻ ആരോടും ചോദിക്കേണ്ട സമ്മതിച്ചു. അപ്പൊ ഇതറിഞ്ഞ അമ്മ ശ്രീകുമാറിനെ വിളിച്ച്, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച്, ഞാൻ എന്തോ ഇപ്പൊ നാളെ ക്യാൻസർ പിടിച്ച് മരിക്കുന്നോ അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാനൊരു വിധി വന്നു, ശ്രീകുമാർ അറിഞ്ഞിട്ടാണ് ഇവിടെ ചെയ്യണത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. സ്വന്തം ഭർത്താവ് വർഷങ്ങളോളം ട്രേഡ് യൂണിയൻ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിട്ടും മകൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ എതിർക്കുന്നു. ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു ബ്രദറാണ്, എൻ്റെ ഹസ്ബൻഡും വന്നു നോമിനേഷൻ കൊടുക്കാനും ഇതിനൊക്കെ. ബ്രദർ എന്താണ് ഒരു വലിയ RSSന്റെ ഫാമിലിയാണ്. അമ്മയുടെ ചെറിയമ്മയുടെ മകൻ, അദ്ദേഹം കൂടെ വന്നാണ് എനിക്ക് ഇതൊക്കെ ചെയ്തതെന്ന് നോമിനേഷൻ കൊടുത്തത്. നോമിനേഷൻ ഒക്കെ കൊടുത്തു. എന്താണ് അങ്ങനെയാണ് ഞാൻ, അപ്പോഴാണ് എനിക്ക് തന്നത് ഒരു ജനറൽ സീറ്റാണ് തന്നത്. അവിടെ മുഴുവൻ ഹിന്ദി ഗിരിനഗർ, എൻ്റെ പനമ്പള്ളി നഗറാണ് ഗിരിനഗർ. അപ്പോൾ ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരാണ്, കാശുകാരാണ്, ഒരു സ്ലം പോലും ഇല്ല. അപ്പോൾ പത്നിക്ക് അവിടെ നന്നായി ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നെ. അപ്പോൾ പക്ഷെ നമ്മൾ ഇലക്ഷൻ ആകുമ്പോൾ എല്ലായിടത്തും കയറണം. നമ്മൾ വാക്കിന് പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ വലിയ വീടുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ 2 വലിയ വീടുകൾക്കിടയിൽ ഒരു ചെറിയ ഗള്ളി, ഒരു 2 അടിയുടെ ഗള്ളി ഉണ്ടെന്നും ആ ഗള്ളി പോയി അവസാനിക്കുന്നത് ശബ്ദമില്ലാത്തവരുടെ താമസിക്കുന്ന ഒരു കേന്ദ്രത്തിലാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്കതൊരു വലിയൊരു അറിവായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് അതെ 3 തരത്തിൽ മരിക്കും. വയസ്സായിട്ട്, ആക്സിഡന്റ് പറ്റിയിട്ട്, അസുഖമായിട്ട്. കാശില്ലാത്തതുകൊണ്ടും ആൾക്കാർ മരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാകുന്നത് എൻ്റെ ഇരട്ടക്കുട്ടികളുമായിട്ട് ഞാൻ PVC കിടക്കുമ്പോഴാണ്. അപ്പം അതുപോലെ ശബ്ദമില്ലാത്തവരുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ നിന്നപ്പോഴാണ്. എല്ലായിടത്തും പോകണ്ടേ, വലിയ വീടുകളിൽ മാത്രമല്ല പോയേ പറ്റുള്ളൂ. അപ്പം അതോടുകൂടി ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ പോവാണെന്ന്. ഞാൻ അങ്ങനെ അതുവരെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് തന്നെ. അപ്പോൾ ഞാൻ ഒരു ഇന്റീരിയർ ഡിസൈനിങ് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, പത്മജ യൂസ് സർട്ടൺ ലൈഫ് സ്റ്റൈൽ. നിൻ്റെ ഡ്രൈവറുടെ, എനിക്കൊരു ഇന്നോവ കാർ ഒഫീഷ്യൽ ആവശ്യത്തിനും എനിക്ക് മക്കളുമായിട്ട് കറങ്ങി നടക്കാനായിട്ട്, കുറേ വൈകിയ കുട്ടികളുണ്ടായ കറങ്ങി നടക്കാനായിട്ട് ലീവാക്കാറും. അപ്പം വണ്ടി എൻ്റെ അടുത്ത് വന്ന് പെട്രോളിനും ഡ്രൈവറിനും വേണ്ടി കാശ് ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ബ്രെഡ് ബട്ടർ ഉണ്ടാക്കുന്നത് പത്മജ കൊണ്ടുവരുന്നത് ജാമും ഹണിയുമായിരുന്നു. ജാമും ഹണിയും നമ്മുടെ ലൈഫിലില്ല. ബ്രെഡ് ബട്ടർ വെച്ച് നമുക്ക് ജീവിക്കേണ്ടി വരും. എൻ്റെ ഒരു വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ് ഞാൻ തന്നെ സമ്പാദിച്ചതാണ്. KPSC ലളിത ചേച്ചിയും സിദ്ധാർത്ഥ താമസിന് അവരെ നിന്ന നിലപ്പിൽ ഒഴിപ്പിച്ചത് കിട്ടിയ കാശിന് വിട്ടു. കാരണം ഹസ്ബൻഡ് പറഞ്ഞല്ലോ എൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടി നിൽക്കരുതെന്ന്. കുറച്ച് റണ്ണിങ് ബിസിനസ് നിർത്തുമ്പോൾ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ടാകും, അതൊക്കെ തീർത്തു. അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറാനായിട്ട് അപ്പോഴും സ്വന്തം നമ്മുടെ അഭിമാനം കാത്തു ഭർത്താവ് മാരേജ് കഴിഞ്ഞിട്ടും ഭർത്താവിന്റെ വരുമാനത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം വരുമാനം. അദ്ദേഹം പറഞ്ഞല്ലോ
അദ്ദേഹം പറഞ്ഞു പത്മജയെ ഞാൻ നോക്കും, പക്ഷെ പത്മജയുടെ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ വേണ്ടി യു ആർ യൂസ് ടു എ സർട്ടൺ ലൈഫ് സ്റ്റൈൽ. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്താണ് സൈക്കിൾ ഓടിച്ച് പോകാനോ ബസ്സിൽ തൂങ്ങി നിന്ന് പോകാനോ ഒക്കെ പത്മയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഡ്രൈവറുടെ കാശിനും ഇതിനും വേണ്ടി എന്താണ് പെട്രോളിന്റെ പൈസയ്ക്കും വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് കൈ നിൽക്കാൻ പറ്റില്ല. കാരണം ഇനി ബ്രെഡും ബട്ടറും മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. പത്മജ കൊണ്ടുവരുന്നതായിരുന്നു ജാമും ഹണിയും. അപ്പൊ ബ്രെഡ് ബട്ടർ കഴിച്ച് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ഹണി ഇല്ലല്ലോ ഇനി, ശരിയല്ലേ? പക്ഷെ അദ്ദേഹം എന്നെ സഹിച്ചു വീണ്ടും പുറത്താക്കി. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാൻ 2 ഇഡ്ഡലി കഴിക്കും, അല്ലെങ്കിൽ ഒരു ദോശ കഴിക്കും, രാത്രി ഒരു ചപ്പാത്തി കഴിക്കണേ, നിങ്ങളൊന്നല്ലെങ്കിൽ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി കഴിക്കും. ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, അതൊക്കെ കഴിച്ചുകൊണ്ട് ഇരുന്നോളൂ. പക്ഷെ ബാക്കിയുള്ള പത്മജയുടെ സുഖജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇനി നമുക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ. വിട്ടുകൊടുത്തില്ല. 2 ഇഡ്ഡലിയിൽ ഞാൻ കഴിക്കുള്ളൂ, പിന്നെന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം പിണങ്ങിയൊന്നുമില്ല, അത് പാവം മനുഷ്യനാ. വേറെ ആരായിരുന്നെങ്കിലും പണ്ടൊക്കെ പാവാട്ടോ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കുറെ ബുദ്ധിമുട്ടിച്ചു. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് ഒരു ബ്രെയിൻ ട്യൂമർ സർജറി, അദ്ദേഹത്തിന് ഇഷ്ടമല്ല അത് പറയണേ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ഇവിടെ സേവാ സപ്താഹം നടക്കുകയാണ് നമ്മളുടെ ഇത് മൂടി ജില്ലതനുസരിച്ച്. മോഹൻദാസ് ചേട്ടനാണ് പ്രസിഡന്റ്. അദ്ദേഹം ആണെങ്കിൽ ഡയാലിസിസ് പേഷ്യൻ്റാണ്, ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഞാനാണ് കോർഡിനേറ്റർ വേറൊരാളാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലായ്മ കൊണ്ട് എന്തോ അസുഖം പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. മോഹൻദാസ് ചേട്ടൻ്റെ വൈഫ് എന്നെ വിളിച്ചു, ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ലേക്ക് ഷോറിൽ കിടക്കാണ്. ഞാൻ ചെന്നപ്പോൾ ആ ചേച്ചി മോതിരം ഊരി തന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഇവിടെ കിടന്നിട്ട് ഈ കിടപ്പുറയ്ക്കുന്നില്ല പത്മജ, ഇത് പണയം വിൽക്കോ എന്തോ ചെയ്തിട്ട് ആ പരിപാടികൾ നന്നായി നടത്തും. എൻ്റെ വല്ലാണ്ട് ഇതായിപ്പോൾ. അദ്ദേഹം ഒരു BMSൻ്റെ പ്രവർത്തന. ചേച്ചി മോതിരം ഊരി തരാം. ഞാൻ അതൊന്നും വേണ്ട ചേച്ചി. ഞാൻ രാവിലെ 6:30 മണിക്ക് ലേക്ക് ഷോറിൽ നിന്ന് ഇറങ്ങും, രാത്രി 10:00 ഇത് മുഴുവൻ നന്നായി സൂപ്പറായി നടത്തി. അപ്പം എൻ്റെ മൂത്ത മകൻ്റെ ഫ്രണ്ടിനെയും കൂടെ ഞാൻ പിടിച്ച് ICUവിലാണല്ലോ, അവിടെ ഇരുത്തും. അപ്പോൾ ഇപ്പോഴും വഴക്കൊരിക്കുമ്പോൾ ഞാൻ പറയും, ICUവിൽ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ICUവിലായതുകൊണ്ടല്ലേ ഞാൻ പോയത്, ഇവിടെ പുറത്തിരിക്കണ പോലെ തന്നെയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ PT തോമസിനെ തല്ലും എന്ന് പറഞ്ഞു, അതെന്താണ് അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ നല്ല സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഇപ്പോ ഞാൻ ഹീസ് എ ഫൈൻ ജെന്റിൽമാൻ. ഈ ആൾക്കാരെ ആകർഷിക്കാനുള്ളൊരു കഴിവ് ഒന്നുമില്ല. സെൻസസ് കയറി വന്ന് അവിടെ SCSMന്റെ മകളെ പിടിച്ച് KSU ചേർക്കണമെങ്കിൽ ആ ഒരു അപ്രോച്ചബിലിറ്റി, ജെന്യുവിൻ ആൾക്കാരെ ആകർഷിക്കാൻ, ഒരു കാന്തം പോലെ രത്നം എന്നൊക്കെ പറയുന്ന ഒരു ഫൈൻ മാൻ. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഇളയ മോൻ്റെ അഡ്മിഷന് വേണ്ടി ഞാനിങ്ങനെ ഓടി നടക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഇലക്ഷൻ്റെ സമയം വീട്ടിൽ കയറിയിട്ടേ ഇല്ല, എന്നെ പുറകെ നടക്കാം. അദ്ദേഹം രാവിലെ 5 മണിക്ക് കാറ് വരും, രാത്രി. അപ്പോൾ സമയമുണ്ടോ? അപ്പോഴ് PT വന്നു കാറിൽ. എന്നിട്ട് പറഞ്ഞു, കാറ് കയറി മോനെ വിളിക്കുക. എന്താ കാര്യം? അല്ല, തൃക്കാക്കരയാണല്ലോ മണ്ഡലം, അവിടെ രാജഗിരിയുടെ അവിടെ ഞാൻ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ട്. PT ഞങ്ങൾക്ക് തേവര കോളേജ് ആയിരിക്കും സൗകര്യം, നീ കാറ് കയറടി. അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എൻ്റെ മോന് അഡ്മിഷന് വേണ്ടി ഞാൻ പാഞ്ഞു നടക്കാണെന്നൊക്കെ? അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? കണ്ടറിയാനുള്ളതും കറക്റ്റ് പ്രവർത്തിക്കാനുള്ള കഴിവ്. എത്ര കൊല്ലായി ഞങ്ങളുടെ ആ ഒരു സമ്പർക്കം മാറിയിട്ട്. ഞാൻ BJP കാരിയാണ്. അപ്പോ എന്താണ് ജില്ലാ പ്രസിഡന്റാണ് മഹിളാ മോർച്ചയുടെ. 2016 ആ സമയത്ത് അദ്ദേഹത്തിന് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റി? 2000 പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ 19 അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചത്. അപ്പോ മോൻ രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് ഒരു സുഹൃത്ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ. ഞാൻ എല്ലാ ഇലക്ഷനും മേഴ്സി ചേച്ചിക്കും എന്താണ് PT തോമസിനും 50 രൂപ അയച്ചു കൊടുക്കും. 50 രൂപ അതൊരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഒരു ബഹുമാനമാണ്. 50 രൂപ മണി ഓർഡർ. നമ്മള് LTTയുടെ കാര്യം പറഞ്ഞല്ലോ, അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് പോയി കണ്ട് ഇന്റർവ്യൂ എടുത്തത്? അത് എന്താണ് അവിടെ ചെന്നാൽ നമുക്ക് LTT കണ്ടുപിടിക്കാൻ. എവിടെയാണ് പോയത്? രാമേശ്വരത്ത് നിന്നാണ് നമുക്ക് തലയമണ്ണാർ അല്ലെങ്കിൽ ജാഫ്നയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് ബോട്ടുകളുള്ളത്. അപ്പൊ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒരു സൈക്കിൾ, അവിടെ രാമേശ്വരം ഇവിടെ കടൽ തീരം. അപ്പൊ ഞാനൊരു സൈക്കിൾ ഹയർ ഔട്ട് ചെയ്യാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ കറങ്ങി ഓരോ സ്ഥലത്ത്. അപ്പൊ ഇത് കുറച്ച് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ ശരിക്കും മാതൃഭൂമി ഏൽപ്പിച്ച ദൗത്യമാണ്. അതെ നാലപ്പാട്ട് MD നാലാപ്പാട് നേരിട്ട് ഏൽപ്പിച്ചത്. ഞാനിത് പോയിക്കോട്ടെ, റിസ്ക് ആണല്ലോ. സാരില്ല സാർ, എന്നാ പോയിക്കോട്ടെ. സാഹസിക പത്രപ്രവർത്തനത്തോടാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തോടാണ്. എക്സാക്ട്ലി. അത് പറയാനാണെങ്കിൽ നമുക്ക് കുറെ പറയാനുണ്ട് കേട്ടോ. എന്താണ് അപ്പൊ ഇങ്ങനെ ഓരോ നടന്ന്
നടന്ന് അവരുടെ ഹൈഡ് ഔട്ട്, അതായത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ അവർ ഫോളോ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഈ കടയിൽ LTT അപ്പം അവർക്ക് രാമേശ്വരത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. ഈ LTTയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ മുമ്പ് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ആ ശ്രീലങ്കക്കാരുടെ എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം നേരിട്ട് കണ്ട് അറിഞ്ഞവരാണ് രാമേശ്വരംകാർ. അവരുടെ ഐശ്വര്യത്തിനും കുറേ പങ്ക് അവിടെ നിന്ന് വരുന്ന ബോട്ടിൽ വന്നിറങ്ങുന്ന ആൾക്കാരും ഇതിൽ വന്നിറങ്ങുന്ന ആൾക്കാരും ഉണ്ട്, അതായത് ഷിപ്പിലൊക്കെ വന്നിറങ്ങുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഫോളോ ചെയ്ത് അവസാനം ഒരാൾ കൊണ്ടുപോയി. എൻ്റെ കൈ സൈക്കിളിങ് വയ്ക്കുക എൻകൂടെ വാദം, എൻ്റെ കൈ പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. എന്താണെന്ന് അറിയാൻ എൻ്റെ ഇതൊക്കെ നോക്കി, എൻ്റെ ഈ ഷോൾഡർ സഞ്ചി, ഇത് ഞാൻ ഒറ്റയ്ക്ക്. ബൂജി സഞ്ചിയുണ്ട്, പണ്ട് പറയില്ല ബൂജി സഞ്ചി, ബുദ്ധിജീവി തമിഴ് നന്നായിട്ട് അറിയാം. അല്ല അപ്പൊ ഒന്നും അറിയില്ല, അപ്പൊ എല്ലാ ഭാഷയും ഒന്നും തന്നെ എനിക്ക്. അവർക്ക് നമ്മൾ മലയാളം നല്ലോണം അറിയാം. ഇപ്പൊ എല്ലാത്തിലും അണ്ണ അങ്കേ എങ്കേ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പറഞ്ഞ ലാ ചേർത്താല് വളി, അതുപോലെ നമുക്കതൊന്നും വായിച്ചൊന്നും പ്രശ്നമില്ല. ഞാൻ പഞ്ചാബില് പോയി ചെയ്തുകൊണ്ടിരിക്കണം പറയുമ്പോഴാണ് MD നാലപ്പാട് റിസൈൻ ചെയ്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പോയി. ഞാൻ പഞ്ചാബിൽ അവിടെ കൊടുംബീർ എന്നെ അങ്കെ അയക്കുമ്പോ അണ്ണാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം, നമുക്ക് ഭാഷയൊന്നും പ്രശ്നമില്ല. അവിടെ എന്താണ് ചെന്ന് കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ബൂജി ബാഗൊക്കെ തുറന്നു നോക്കി ഒന്നുമില്ല, ഒരു സ്ക്രിബ്ലിംഗ് ബാഗും 5-6 രൂപയും കിടപ്പുണ്ട്, അതിൽ തിരിച്ചു വരണ്ടേ. അപ്പോൾ ഇയാൾ കൈ പിടിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റിയാണ്, എനിക്കല്ല, എനിക്ക് അങ്ങേർക്കൊരു സത്യമാണോന്ന് അറിയാം. ഞാൻ ഓടിപ്പോണ്ടിരിക്കും. അപ്പോഴും ഇത്രയും പോലും എനിക്ക് വണ്ണമൊന്നുമില്ല. ചെന്നപ്പോൾ നമ്മൾ കേട്ട് അറിഞ്ഞൊരു സങ്കല്പമേ അല്ല അവിടെ. നമ്മളറിയുന്നത് LTT വലിയ സ്വർഗതുല്യമായ ഒരു അന്തരീക്ഷത്തിൽ ഭയങ്കര ഇതായിട്ട് ജീവിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു കുറേ ഉപ്പുമാവ് അങ്ങനത്തെ സാധനങ്ങൾ, അവരുടെ തമിഴന്മാർ കഴിക്കുന്ന ഇതുണ്ടല്ലോ പൊങ്കല, നിലത്ത് ഒക്കെ കുറെ വയർലെസ് സെറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് രാമേശ്വരത്ത്. അപ്പോൾ അവരിങ്ങനെ 87 ഒക്കെ ആയിരിക്കും, 1987 ഒക്കെ. 88 എനിക്ക് മികച്ച വനിതാ ജേർണലിസ്റ്റിന് അവാർഡ് കിട്ടുന്നത്. നാഷണൽ അവാർഡ്, കേരള അവാർഡ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൾ ഇന്ത്യ ആദ്യ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫസ്റ്റ് വെർണാക്കുലർ ജേർണലിസ്റ്റ്. അതുവരെ ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ദ യങ്ങസ്റ്റ്. അപ്പോൾ സെക്കൻഡ് ഓണറബിൾ മെൻഷന് വന്ന ലേഡി പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, ബോംബെ ബേസ്ഡ് ജേർണലിസ്റ്റ് ആയിരുന്നു. 56 വയസ്സൊക്കെ അപ്പോൾ തന്നെ അവർക്കുണ്ട്. ഞാനൊരു കുഞ്ഞു ക്രൂസായിട്ട് അതിൻ്റെ കുറേ തമാശകൾ വേറെ ഉണ്ട് കേട്ടോ, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ. എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞല്ലോ. അമ്മൂമ്മ പറഞ്ഞു ആരും എന്ത് തന്നാലും കഴിക്കരുത്. അവിടെ വലിയ ഹോട്ടൽ 36 നിലയുള്ള താജിൻ്റെ എന്തെല്ലാം ഒരു ആക്കിയേക്കണം, ഒന്നും കഴിക്കാൻ പാടില്ല, ആര് തന്നാലും ഒന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മനെ ഇതാക്കി വിട്ടിരിക്കാം. സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും പറഞ്ഞു ആരും മല കയറിക്കോട്ടെ, നീ ആൽപ്സ് കയറാൻ നിൽക്കരുത് കേട്ടോ. സ്വിറ്റ്സർലൻഡിൻ്റെ ആൽപ്സിൻ്റെ താഴ്വരയിലാണ് ഞാൻ താമസിക്കുക. അമ്മൂമ്മ ആൽപ്സ് കയറരുത്, എനിക്ക് പേടിയാവും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ലഞ്ചൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓണറിൽ. എന്നാ വേണ്ട, അത് വേണ്ട, അവസാനം ഇത്തിരി ജലജീരയെങ്കിലും കഴിക്കാം, എനിക്ക് തോന്നുന്നത് കൊള്ളാമല്ലോ. അവസാനം വന്നപ്പോൾ നമ്മുടെ ജീരകവെള്ളം, ഇവരൊക്കെ നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കണം, ഞാൻ ഈ ജീരകവെള്ളം കുടിച്ച് അമ്മൂമ്മ ശമിച്ചോണ്ടിരുന്നു. ജീരകിനി ഇരിക്കാതെ തരുമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ LTTയുടെ മിൽട്ടൺസിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചതിലേക്ക് വരികയാണെങ്കിൽ അവരിങ്ങനെ വയർലെസ്സിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് രാത്രി ഞങ്ങൾ പോകുന്നുണ്ട്, ശ്രീലങ്കയ്ക്ക് പോകുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞു ചാടിക്കയറി. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ കുറേ കടൽ ചുരുക്കം. ഇപ്പൊ ഇങ്ങനെ ഈ റോന്ത് ചുറ്റി അവരൊക്കെ ഈ ഇതായിട്ട് മറ്റേ AK-47 ഒക്കെ ആയിട്ടൊക്കെ ഉള്ള ഉണ്ടാവും, ജീവനോടെ വരുമില്ലയോ എന്ന്. നമുക്ക് ജീവനൊന്നും പ്രശ്നമല്ല. അപ്പം നമ്മൾ കയറി. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ അവര് എന്നെ കണക്ട് ചെയ്ത് തന്നു, പ്രഭാകരൻ ആയിട്ട് കണക്ട് ചെയ്ത് തന്നു. അപ്പം നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഒരിക്കൽ തീർച്ചയായിട്ടും വേണം, ഞങ്ങൾ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ഇങ്ങനെ കുറേ സംസാരിച്ചു. ഇല്ല, നേരിട്ട് കാണാൻ പറ്റില്ല, ഇതിൽ കൂടെ അവരുടെ വയർലെസ്സിൽ കൂടെ ഞങ്ങൾക്ക് കുറച്ചേ പോകാൻ പറ്റുള്ളൂ. കാരണം ചുരുക്കം കാരണം ശ്രീലങ്കയിലായിരുന്നു അദ്ദേഹം, ജാഫ്നയിലുണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇത് മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജ് സ്റ്റോറി ആയിട്ട് വന്നു. പുലിമടയിലൊരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻലോ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഈ മറ്റേ പാസഞ്ചർ ട്രെയിനിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ആൾക്കാരത് വന്ന ദിവസം, ഇപ്പോൾ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ പേര് വെച്ചാണ് എഴുതുന്നത്, അല്ലാണ്ട് ഒരു പത്മജാമേനോൻ എവിടെ പോകാനാണ്, ഇത് ഏതൊരാണ് പോയി ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ പേര് പറഞ്ഞേ. അപ്പോൾ അദ്ദേഹം വായിച്ചിട്ടില്ല. പത്മജ എസ് മേനോൻ. അത് എൻ്റെ ഭാര്യയുടെ സഹോദരി.
ഇത് പെണ്ണ് തന്നെയാണോ? പെണ്ണ് തന്നെയാണ്, എൻ്റെ ഭാര്യയുടെ അനിയത്തി. ഉറപ്പാണോ? നിങ്ങൾ വെറുതെ ഇതായിട്ട് പറയാം. ഞാൻ എന്തിനാ വെറുതെ പറഞ്ഞു, ഇത് വായിച്ചിട്ടില്ല. നിങ്ങളിങ്ങനെ പെട്ടെന്ന് പത്മജ എന്ന് പറഞ്ഞപ്പോൾ അത്രയും ധീരസാഹസികമായ ഒരു കാര്യത്തിന് LTT എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിനെ കൊന്ന ആൾക്കാരാണ്. നമുക്കറിയാം ശ്രീലങ്കയിൽ ഒരു ഭാഗം തന്നെ ജാഫ്ന പ്രദേശ് അവരൊക്കെയായിരുന്നു. അത്രയും ധീരനായ ഒരാൾ എന്നുള്ള ലോകം മുഴുവൻ അയാൾ ഒളിവിൽ താമസിക്കുന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്യാന്നാണ് ചെറിയ കാര്യമല്ല. അതിനുശേഷമാണ് അനിതാ പ്രതാപൊക്കെ പോയത്. അനിതാ പ്രതാപ് ഹിന്ദു പത്രത്തിന്റെ അതിനുശേഷമാണ് പോയത്. അനിതാ പ്രതാപ് നേരിട്ട് കാട്ടിപ്പോയി ഇന്റർവ്യൂ എനിക്ക് നമ്മളാണ് അത്ര വരെ പോകാൻ പറ്റില്ല. അതിനുശേഷം കിട്ടുകയാണെങ്കിൽ പോകുമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ പകുതി പോയിട്ട് തിരിച്ചു വന്നാണല്ലോ. കടൽ ചെറിയ ബോട്ടല്ലേ, അപ്പൊ അതിന് ആ കടലിലെ തിരമാലകൾ അന്ന് കടലിലെ പ്രക്ഷുബ്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കേരള അതിർത്തി കയറുന്നവരെ എനിക്ക് ഐ കുഡ് ഫീൽ ഇറ്റ്. നമ്മുടെ ഒരു ജേർണലിസം ഇതാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ശരിക്കും തന്നെ ഞാൻ ജേർണലിസ്റ്റ് ആണോ അതോ എന്തെങ്കിലും വിജിലൻസ് ഓഫീസറോ അങ്ങനെ എന്തോ ആണെന്ന് ഞാനിരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ഐ കുഡ് ഫീൽ പീപ്പിൾ വാച്ചിങ് മീ.